ശത്രു രാജ്യങ്ങളുടെ ഉറക്കം കെടുത്തി പ്രതിരോധ രംഗത്ത് ഇന്ത്യ പുതിയ ഏടുകൾ എഴുതി ചേർക്കുകയാണ്. വിദേശ ശക്തികളുടെ മുമ്പിൽ കൈനീട്ടി നിന്നിരുന്ന പഴയ ഇന്ത്യയല്ല ഇന്നത്തേത്. മറിച്ച് സ്വന്തം കരുത്തിൽ ലോകത്തിനു മുമ്പിൽ തലയുയർത്തി നിൽക്കുന്ന ഒരു രാജ്യമായി ഇന്ത്യ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ മാറിക്കഴിഞ്ഞു. ആത്മനിർഭർ ഭാരത് എന്ന സ്വപ്നത്തിന് കടുത്തു പകർന്നുകൊണ്ട് പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ DRDO രാജ്യത്തിന്റെ ചരിത്രത്തിൽ സുവർണ ലിപികളാൽ എഴുതപ്പെടേണ്ട ഒരു അധ്യായം യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ്. ഭാവിയിലെ മിസൈലുകൾക്കും സൂപ്പർസോണിക് ഡ്രോണുകൾക്കും സ്വന്തം മണ്ണിൽ നിർമ്മിച്ച് ജീവശ്വാസം നൽകിക്കൊണ്ട് രാജ്യത്തെ ആദ്യത്തെ 350 കിലോഗ്രാം ത്രസ്റ്റ് ക്ലാസ് എക്സ്പെൻഡബിൾ ടർബോജെറ്റ് എഞ്ചിൻ ഇന്ത്യ വിജയകരമായി വികസിപ്പിച്ചിരിക്കുകയാണ്. ആഗോള പ്രതിരോധ ഭൂപടത്തിൽ ഇന്ത്യയുടെ പേര് സുവർണാക്ഷരങ്ങളാൽ എഴുതി ചേർക്കുന്ന ഈ വിപ്ലവകരമായ മുന്നേറ്റത്തിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. ദേശീയ മാധ്യമമായ ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നതിനനുസരിച്ച് DRDOയുടെ കീഴിലുള്ള ഗ്യാസ് ടർബൈൻ റിസർച്ച് എസ്റ്റാബ്ലിഷ്മെന്റ് രൂപകൽപ്പന ചെയ്ത എഞ്ചിൻ ഹൈദരാബാദ് ആസ്ഥാനമായ ആസാദ് എഞ്ചിനീയറിംഗ് ആണ് നിർമ്മിച്ചത്. ആദ്യ ഉൽപാദന യൂണിറ്റ് അടുത്തിടെ ഗ്യാസ് ടർബൈൻ റിസർച്ച് എസ്റ്റാബ്ലിഷ്മെന്റിന് കൈമാറുകയും ചെയ്തു. ഒരൊറ്റ സൈനിക ദൗത്യത്തിനായി ഉപയോഗിക്കുന്ന ക്രൂയിസ് മിസൈലുകൾ, ജെറ്റ് പവർ ലോയിറ്ററിംഗ് മ്യൂണീഷനുകൾ, ടാർഗറ്റ് ഡ്രോണുകൾ, ആളില്ല ആകാശവാഹനങ്ങൾ എന്നിവക്കായാണ് ഈ എഞ്ചിൻ വികസിപ്പിച്ചിരിക്കുന്നത്. ദീർഘകാലം ഉപയോഗിക്കുന്ന യുദ്ധവിമാന എഞ്ചിനുകളിൽ നിന്ന് വ്യത്യസ്തമായി ലക്ഷ്യത്തിലേക്ക് എത്തുന്നതുവരെ മാത്രം പ്രവർത്തിക്കുന്ന രീതിയിലാണ് എക്സ്പെൻഡബിൾ ടർബോജെറ്റ് എഞ്ചിനുകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. കോമ്പാക്ട് ടർബോജെറ്റ് എഞ്ചിൻ വികസിപ്പിക്കൽ എയ്റോസ്പേസ് മേഖലയിലെ ഏറ്റവും സങ്കീർണമായ സാങ്കേതിക വിദ്യകളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. റോക്കറ്റ് എഞ്ചിനുകളിൽ നിന്ന് വ്യത്യസ്തമായി ടർബോജെറ്റ് എഞ്ചിനുകൾ അന്തരീക്ഷത്തിലെ വായു ആഗിരണം ചെയ്ത് കംപ്രസ് ചെയ്യുകയും ഇന്ധനം കത്തിച്ച് തുടർച്ചയായി ത്രസ്റ്റ് ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു. ഇതിനായി ഉയർന്ന താപനിലയെ പ്രതിരോധിക്കുന്ന പ്രത്യേക അലോയുകൾ, അതിസൂക്ഷ്മ കൃത്യതയുള്ള നിർമ്മാണം, സങ്കീർണ എയറോഡൈനാമിക് ഡിസൈൻ, ടർബൈൻ സാങ്കേതിക വിദ്യ എന്നിവയിൽ ഉയർന്ന വൈദഗ്ധ്യം ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം സാങ്കേതിക വിദ്യയിൽ പ്രാവീണ്യം നേടിയ രാജ്യങ്ങൾ ലോകത്ത് തന്നെ വളരെ കുറവാണ്. ഈ പുതിയ എഞ്ചിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം അതിന്റെ 350 കിലോഗ്രാം ത്രസ്റ്റ് ശേഷിയിലല്ല, മറിച്ച് ഇന്ത്യയുടെ ഭാവി പ്രതിരോധ സംവിധാനങ്ങൾക്ക് നൽകുന്ന സാങ്കേതിക സ്വാതന്ത്ര്യത്തിലാണ്. ഇതുവരെ കോമ്പാറ്റ് ജെറ്റ് എഞ്ചിനുകൾക്കായി ഇന്ത്യ പ്രധാനമായും വിദേശ സാങ്കേതിക വിദ്യകളെയും ഇറക്കുമതി ചെയ്യുന്ന പ്രൊപ്പൽഷൻ സംവിധാനങ്ങളെയുമാണ് ആശ്രയിച്ചിരുന്നത്. അതിനാൽ കയറ്റുമതി നിയന്ത്രണങ്ങൾ, വിദേശ രാജ്യങ്ങളുടെ നയപരമായ തീരുമാനങ്ങൾ, വിതരണ ശൃംഖലയിലെ തടസ്സങ്ങൾ എന്നിവ പ്രതിരോധ പദ്ധതികളുടെ പുരോഗതിയെ ബാധിക്കാൻ സാധ്യതയുണ്ടായിരുന്നു. എന്നാൽ ഈ എഞ്ചിൻ തദ്ദേശീയമായി വികസിപ്പിച്ചതോടെ അത്തരം ആശ്രിതത്വം ഗണ്യമായി കുറയുകയും ഇന്ത്യക്ക് സ്വന്തം ആവശ്യങ്ങൾക്കനുസരിച്ച് മിസൈലുകളും ആളില്ല യുദ്ധ സംവിധാനങ്ങളും സ്വതന്ത്രമായി രൂപകൽപ്പന ചെയ്യാനും നിർമ്മിക്കാനുമുള്ള കഴിവ് കൂടുതൽ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. ഭാവിയിലെ ദീർഘദൂര ക്രൂയിസ് മിസൈലുകൾ, അതിവേഗ ജെറ്റ് പവർഡ് കാമിക്കേസ ഡ്രോണുകൾ, ലോയിറ്ററിംഗ് മ്യൂണീഷനുകൾ, ഉയർന്ന വേഗത്തിലുള്ള ആളില്ല ആകാശവാഹനങ്ങൾ, ടാർഗറ്റ് ഡ്രോണുകൾ തുടങ്ങിയ നിരവധി പ്രതിരോധ സംവിധാനങ്ങളുടെ വികസനത്തിനും ഈ എഞ്ചിൻ നിർണായക അടിത്തറയാകും. അതോടൊപ്പം ആഭ്യന്തര പ്രതിരോധ നിർമ്മാണ മേഖലയെ ശക്തിപ്പെടുത്താനും ആത്മനിർഭർ ഭാരത് ലക്ഷ്യം കൂടുതൽ വേഗത്തിൽ യാഥാർത്ഥ്യമാക്കാനും ഈ സാങ്കേതിക നേട്ടം വലിയ പിന്തുണ നൽകുമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ മുൻ നയ സാങ്കേതിക ഉപദേഷ്ടാവായ സിജിൻ പാൽ സിംഗിന്റെ അഭിപ്രായത്തിൽ ഇതൊരു പുതിയ എഞ്ചിൻ വികസിപ്പിക്കുക എന്നതിലുപരി ഇന്ത്യയുടെ എയ്റോ എഞ്ചിൻ സാങ്കേതിക ശേഷി വളരുന്നതിന്റെ തെളിവാണ്. കംപ്രസറുകൾ, ടർബൈനുകൾ, ജ്വലന സംവിധാനം, ഉയർന്ന താപനില വസ്തുക്കൾ, കൃത്യതയുള്ള നിർമ്മാണം തുടങ്ങിയ മേഖലകളിൽ ലഭിക്കുന്ന അനുഭവം ഭാവിയിൽ കൂടുതൽ ശക്തമായ എഞ്ചിനുകൾ വികസിപ്പിക്കുന്നതിനും സഹായിക്കുമെന്നും അദ്ദേഹം വിലയിരുത്തുന്നു. ചെറിയ ടർബോജെറ്റ് എഞ്ചിനുകളിൽ നിന്നുള്ള സാങ്കേതിക പരിചയം ഭാവിയിൽ യുദ്ധവിമാനങ്ങൾക്ക് ആവശ്യമായ ഉയർന്ന ശേഷിയുള്ള ടർബോഫാൻ എഞ്ചിനുകൾ വികസിപ്പിക്കാനുള്ള അടിത്തറയാകുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. ഇന്ത്യയുടെ ജെറ്റ് എഞ്ചിൻ വികസനത്തിൽ കാവേരി എഞ്ചിൻ പദ്ധതി നിർണായകമായിരുന്നെങ്കിലും നിരവധി സാങ്കേതിക വെല്ലുവിളികൾ കാരണം അത് യുദ്ധവിമാനങ്ങളിൽ ഉപയോഗിക്കാൻ സാധിച്ചിരുന്നില്ല. എന്നിരുന്നാലും ആ പദ്ധതിയിലൂടെ നേടിയ അനുഭവവും സാങ്കേതിക അറിവും ഇപ്പോഴത്തെ ടർബോജെറ്റ് വികസനത്തിൽ നിർണായക പങ്ക് വഹിക്കുമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. അതിനാൽ തന്നെ പുതിയ എക്സ്പെൻഡബിൾ ടർബോജെറ്റ് എഞ്ചിൻ ഒരു ഒറ്റപ്പെട്ട നേട്ടമല്ല, മറിച്ച് ഇന്ത്യയുടെ തദ്ദേശീയമായ എയ്റോസ്പേസ് പ്രൊപ്പോഷൽ ശേഷി ശക്തിപ്പെടുത്തുന്ന ദീർഘകാല സാങ്കേതിക യാത്രയിലെ മറ്റൊരു സുപ്രധാന നാഴികക്കല്ലായാണ് പ്രതിരോധ മേഖല ഇതിനെ കാണുന്നത്. ആധുനിക യുദ്ധങ്ങളുടെ സ്വഭാവം അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. പൈലറ്റുള്ള യുദ്ധവിമാനങ്ങളെക്കാൾ ആളില്ല ആക്രമണ സംവിധാനങ്ങളും ദീർഘദൂര കൃത്യതാ മിസൈലുകളും അതിവേഗ ഡ്രോണുകളും നിർണായക പങ്ക് വഹിക്കുന്ന കാലത്താണ് ലോകം കടന്നുപോകുന്നത്. അത്തരമൊരു സാഹചര്യത്തിൽ ഇവക്ക് ആവശ്യമായ അതിസങ്കീർണമായ ടർബോജെറ്റ് എഞ്ചിൻ തദ്ദേശീയമായി വികസിപ്പിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞത് ഒരു പ്രതിരോധ പദ്ധതിയുടെ വിജയം മാത്രമല്ല, മറിച്ച് രാജ്യത്തിന്റെ എയ്റോസ്പേസ് സാങ്കേതിക ശേഷി പുതിയ ഉയരത്തിലെത്തിയെന്നതിന്റെ തെളിവ് കൂടിയാണ്. വിദേശ പ്രൊപ്പൽഷൻ സംവിധാനങ്ങൾക്കുള്ള ആശ്രിതത്വം കുറച്ച് ഭാവിയിലെ മിസൈൽ, ഡ്രോൺ, ആളില്ല യുദ്ധ സംവിധാനങ്ങളുടെ വികസനത്തിന് കൂടുതൽ സ്വാതന്ത്ര്യം നൽകുന്ന ഈ നേട്ടം ഇന്ത്യയുടെ പ്രതിരോധ സ്വയം പര്യാപ്തതയിലേക്കുള്ള യാത്രയിലെ സുപ്രധാന നാഴികക്കല്ലായാണ് വിലയിരുത്തപ്പെടുന്നത്. യുദ്ധവിമാന എഞ്ചിനുകൾ പോലുള്ള അത്യാധുനിക സാങ്കേതിക വിദ്യകളിലേക്കുള്ള ഇന്ത്യയുടെ ദീർഘകാല ലക്ഷ്യത്തിലേക്കുള്ള മറ്റൊരു നിർണായക ചുവടുവയ്പായും ഈ വികസനം മാറുമോ എന്നാണ് ഇനി പ്രതിരോധ ലോകം ഉറ്റുനോക്കുന്നത്.